Hi all, welcome to Calculus Learning. BSc Mathematics Semester 5 മേജർ BSc മാത്തമാറ്റിക്സ് മേജറുകാർക്ക് നമ്മളൊരു സിലബസ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് വെക്റ്റർ കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെയും റിയൽ അനാലിസിസ് ഫണ്ടമെൻ്റൽസ് ഓഫ് റിയൽ അനാലിസിസ് 1 എന്ന് പറയുന്ന പേപ്പറിൻ്റെയും സിലബസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് UK5 DSc MAT 302ൽ വരുന്ന അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയുടെ സിലബസ് ആണ്. കോഴ്സിൻ്റെ പേര് തന്നെ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്നാണ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പും സബ് ഗ്രൂപ്പും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വരുന്ന സിലബസിൽ ആദ്യമേ നിങ്ങൾ പഠിച്ചതിൻ്റെ ബാക്കി, അതായത് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടെന്നേ ഉള്ളൂ, നിങ്ങളുടെ ഡിഗ്രി ലെവലിൽ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രനെ 2 പാർട്ടായിട്ട് 2 സബ് ടോപ്പിക് അല്ലെങ്കിൽ സബ് വിഷയങ്ങളായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഗ്രൂപ്പ് തിയറിയാണ്. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ മേഖലയാണ് ഗ്രൂപ്പ് തിയറി. രണ്ടാമത്തെ മേഖലയാണ് എന്ത്? റിംഗ് തിയറി. ഇനിയും ഇതിലൊന്നും പെടാത്ത കുറേ കൂടി വലിയ ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. വാട്ടെവർ, നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പ് തിയറിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പ് തിയറിയിൽ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കൂടി വരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ടും 4ാമത്തെ സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയുടെ ബാക്കിയായിട്ട് വരുന്ന ആദ്യത്തെ മൊഡ്യൂള് ഫാക്ടർ ഗ്രൂപ്പ് കമ്പ്യൂട്ടേഷൻ, സിമ്പിൾ ഗ്രൂപ്പ്, അതേ കണക്ക് തന്നെ കമ്മ്യൂട്ടേറ്റർ ഗ്രൂപ്പൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാക്ടർ ഗ്രൂപ്പും ഹോമോമോർഫിസം, ഫാക്ടർ ഗ്രൂപ്പ് കമ്പ്യൂട്ടേഷൻ, സിമ്പിൾ ഗ്രൂപ്പൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇനി ആർക്കെങ്കിലും S4 വരെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല, S5ൽ പാസ്സാവണം, ഫുൾ മാർക്ക് വാങ്ങണമെന്നില്ല, പാസ്സാവണം, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ 3 മൊഡ്യൂൾ പഠിച്ചേക്കാം എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മൊഡ്യൂൾ പഠിക്കേണ്ട, 2, 3, 4 പഠിച്ചാൽ മതി. കാരണം ആദ്യത്തെ മൊഡ്യൂൾ സാധാരണ ആദ്യത്തെ മൊഡ്യൂൾ ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂളാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. ആ ഗ്രൂപ്പ് തിയറിയുടെ ബാക്കിയാണിത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ സിലബസിൽ S5ൽ നിങ്ങൾ പഠിക്കുന്നത് ഗ്രൂപ്പ് തിയറി ആയിരുന്നു. S5ൽ നിങ്ങൾ പഠിക്കുന്നത് ഗ്രൂപ്പ് തിയറി ആയിരുന്നു. S6ൽ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് റിംഗ് തിയറി ആയിരുന്നു. ആ S5ലെ ഗ്രൂപ്പ് തിയറിയുടെ ഏറിയ പങ്കും നിങ്ങൾക്ക് S4ൽ സിലബസിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം കുറച്ച് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അതായത് S5ൽ നിങ്ങൾ മുൻപ് ഗ്രൂപ്പ് തിയറി പഠിക്കുമ്പോൾ അവസാന ഭാഗത്തേക്ക് വരേണ്ട ഒരു ടോപ്പിക്കാണിത്. സോ ആദ്യത്തെ മൊഡ്യൂൾ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് പഠിക്കാൻ കയറണ്ട. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ കയറി വെറുപ്പിക്കുമൊന്നുമല്ല, ഭയങ്കര പാടാണെന്നല്ല പറയുന്നത്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് 2ാമത്തെ മൊഡ്യൂളാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, റിങ്, ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ, പ്രോപ്പർട്ടീസ് ഓഫ് റിങ് എന്ന് വളരെ എളുപ്പത്തിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ഇൻ്റഗ്രൽ ഡൊമൈൻ എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിളും ഒക്കെ. അതേപോലെ തന്നെ പിന്നെ അടുത്ത വരുന്നത് ആ മൊഡ്യൂളിൽ തന്നെ ഐഡിയൽസ് ആൻഡ് ഫാക്ടർ റിംഗ് ഉണ്ട്. പ്രൈം ഐഡിയൽ എന്താണ്, മാക്സിമൽ ഐഡിയൽ എന്താണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റിംഗ് ഹോമോമോർഫിസവും പോളിനോമിയൽ റിങ്ങും വരുന്നുണ്ട്. ഈ 2 മൊഡ്യൂളും, ബാക്കിയൊക്കെ ഫസ്റ്റ് മൊഡ്യൂളും എല്ലാം ഒരേ കണക്ക് തന്നെ കേട്ടോ. കുറച്ച് ടഫാണ്, നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. റിംഗ് ഹോമോമോർഫിസം, ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ, പോളിനോമിയൽ റിംഗ്, ഡെഫിനിഷൻ, പോളിനോമിയൽ റിങ്ങും റിംഗ് ഹോമോമോർഫിസവും ആണ് 3rd മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ്, ഡിവിസിബിലിറ്റി ഇൻ ഇൻ്റഗ്രൽ ഡൊമൈൻ, ഇതിൽ യുണീക്ക് ഫാക്ടറൈസേഷനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുക. പിന്നെ ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 മൊഡ്യൂൾ, 5ാമത്തെ മൊഡ്യൂൾ ടീച്ചേഴ്സ് ഡിസൈൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ ബാക്കി മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂളും എന്താണ്, സെക്കൻഡാണ് അത്യാവശ്യം എളുപ്പമുള്ള മൊഡ്യൂൾ. പിന്നെ ഫസ്റ്റും 3rdും ഒക്കെ ഏറെക്കുറെ ഒരേ കണക്ക് തന്നെ. 4ത്തും വലിയ കുഴപ്പമില്ല, ആ രീതിക്കാണ് പോകുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന് ജൂലൈ 15-ാം തീയതി വരെ 2000 രൂപയുടെ പേപ്പർ 1200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ 4 പേപ്പർ ഒരുമിച്ച് എടുത്താൽ, അതായത് 4800 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പേപ്പറിൻ്റെ ക്ലാസ് കിട്ടും. പിന്നെ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഒരു പേപ്പറിന് എല്ലാവർക്കും കൂടി 10000 രൂപയാവുന്നുള്ളൂ. 10 പേരെടുത്താൽ ഒരാൾക്ക് 1000 രൂപ വെച്ചേ ആവുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ഒരു ക്ലാസ് ബാച്ച് ആയിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാഭമായിരിക്കും, എല്ലാ കുട്ടികൾക്കും പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ക്ലാസ് എടുക്കാനും പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെ കൂടി ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ
വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തുച്ഛമായ പൈസയ്ക്ക് ഡിഗ്രിയുടെ ഒരു സിലബസ് മൊത്തം, ഒരു സെമ്മ് മൊത്തം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ 10 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.